ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറവും പൂർണ്ണമായും സജ്ജമായി. നാളെ പുലർച്ചെ മുതൽ പെരിയാറിന്റെ തീരത്ത് ലക്ഷക്കണക്കിന് ഭക്തർ എത്തുമ്പോൾ ചടങ്ങുകൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ ആലുവ നഗരസഭ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, റൂറൽ പോലീസ്, അഗ്നിശമന സേന എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പെരിയാറിന്റെ തീരത്ത് ഒരേ സമയം ആയിരക്കണക്കിന് ഭക്തർക്ക് ബലിയിടാനുള്ള ക്രമീകരണങ്ങൾ മണപ്പുറത്ത് ഒരുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ബലിത്തറകൾക്ക് പുറമെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി താൽക്കാലിക പന്തലുകളും പ്രത്യേക വരികളും ക്രമീകരിച്ചിട്ടുണ്ട്. ചടങ്ങുകൾ ശാസ്ത്രീയമായും സുരക്ഷിതമായും നടത്തുന്നതിന് 100-ലധികം തന്ത്രിമാരും ശാന്തിമാരും നേതൃത്വം നൽകും. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പെരിയാറിലെ ജലനിരപ്പ് കണക്കിലെടുത്ത് കടുത്ത സുരക്ഷാ മുൻകരുതലുകളാണ് പുഴയോരത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ഫയർഫോഴ്സ്, നാവികസേന, സ്ക്യൂബ ഡൈവിംഗ് സംഘങ്ങൾ, പോലീസ്, ലൈഫ് ഗാർഡുകൾ എന്നിവർ സദാസമയവും തീരത്തുണ്ടാകും. അപകട സാധ്യതയുള്ള മേഖലകളിൽ ബാരിക്കേഡുകൾ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. മണപ്പുറത്തേക്ക് എത്തുന്ന ഭക്തർക്കായി KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൂടാതെ കൊച്ചി മെട്രോ പുലർച്ചെ മുതൽ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ 1000-ലധികം പോലീസുകാരെയാണ് മണപ്പുറത്തും പരിസരത്തുമായി വിന്യസിക്കുക. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് കണക്കിലെടുത്തുകൊണ്ട് ഡാം തുറന്നുകൂടെ, അതോ ഡാമിൽ നിന്നും വെള്ളം കൂടുതലാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് അഭിമുഖീകരിക്കുന്നതിന് വേണ്ട ഡൈവേഴ്സ്, ബോട്ട് സംവിധാനം, അതുപോലെ തന്നെ ട്രാഫിക്കോട് ബന്ധപ്പെട്ട് ട്രാഫിക് ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മറ്റ് സൗകര്യങ്ങൾ, ബയോ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസ് സൗകര്യവും മറ്റ് സംവിധാനങ്ങളും ലഭ്യമാണ്. പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കുന്നതോടെ ബലിതർപ്പണ ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിക്കും. ജനം, കൊച്ചി.